വാഹനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ചെറുപ്പകാലം മുതലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ എനിക്കും ഏറ്റവും വലിയ ഇഷ്ടം ബൈക്കിനോടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കുറച്ച് ജോലിയൊക്കെ എടുത്തിട്ട് ഒരു ബൈക്ക് ഞാൻ സ്വന്തമായിട്ട് സമ്പാദിക്കുകയും ചെയ്തു. ഞാൻ പഠിക്കുന്ന ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ കുറച്ച് ജോലിയൊക്കെ എടുത്ത് ഞാൻ ആദ്യത്തെ ബൈക്ക് മേടിക്കുന്നത്. ആ ബൈക്ക് മേടിച്ചതിന് ശേഷം അതിൽ നടക്കുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ സിനിമയിലോട്ട് താല്പര്യം കയറുകയും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആദ്യത്തെ ക്യാമ്പസ് ഫിലിം എടുക്കാനായിട്ട് കോളേജിൽ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ ക്യാമ്പസ് ഫിലിം എടുക്കാനായിട്ട് കാശിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് എൻ്റെ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്ക് ഞാൻ വിറ്റിട്ടാണ് ആദ്യത്തെ ഷോർട്ട് ഫിലിം എടുക്കുന്നത്. അപ്പോൾ അതും വാഹനവും തമ്മിൽ എനിക്ക് ഒരുപാട് ബന്ധമുണ്ട്. ആ ഒരു ഭയങ്കര എന്താ പറയുക, അതൊരിക്കലും മറക്കാനാവാത്തൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാഹനം, ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബൈക്ക്, അതൊരു സ്വപ്ന വാഹനം. അത് നമ്മൾ മേടിച്ച് അത് വീണ്ടും അത് വിറ്റിട്ട് നമ്മുടെ പാഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ്. പിന്നെ എൻ്റെ കാറിലോട്ട് വരുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ കണ്ട് ശീലിച്ച ഒരു സിനിമയിലൊക്കെ കാണുന്ന അന്നത്തെ ഞാൻ ചെറുതായിരുന്ന സമയത്ത് കാണുന്ന കാറെന്ന് വെച്ചാൽ ഒമ്നി ആയിരുന്നു അന്ന് ഭയങ്കരമായിട്ട്. അത് എപ്പോഴും മനസ്സിലിങ്ങനെ കയറി കൂടിയിട്ടുണ്ട്. ഒമ്നിയിൽ ആൾക്കാർ വന്നിറങ്ങുന്നു. അന്ന് പണ്ട് സിനിമകളിലൊക്കെ വില്ലന്മാരൊക്കെ വന്നിറങ്ങുന്ന ഈ ഒമ്നിയിലൊക്കെയാണല്ലോ ആൾക്കാരെ തട്ടിക്കൊണ്ടു പോകാനൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു വാഹനത്തോടൊരു അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഞാനിപ്പോൾ എൻ്റെ ഈ രണ്ടാമത് ചെയ്ത അയാൾ ശശി എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനേട്ടൻ ശരിക്കും ഫുൾ ടൈം പുള്ളിയുടെ ഒരു സന്തത സഹചാരി പോലൊരു വണ്ടിയുണ്ട്. അത് ഒമ്നിയാണ് ഉപയോഗിക്കുന്നത് പുള്ളി. അതെനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്ന ഉള്ളിൽ ഞാൻ പണ്ട് ആ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒമ്നി പെട്ടെന്ന് സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഞാൻ തന്നെ എഴുതുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ അത് കയറി വരികയും ഒമ്നി തന്നെ ഉപയോഗിക്കുകയും ചെയ്തു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഡിഗ്രി കാലം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരു കാറ് സ്വന്തമാക്കുന്നത്. ആദ്യമായിട്ട് സ്വന്തമാക്കുന്ന വണ്ടി ഹ്യുണ്ടായിയുടെ സാൻഡ്രോ ആയിരുന്നു. സാൻഡ്രോയാണ് ആദ്യമായിട്ട് ഞാൻ മേടിക്കുന്നത്. അത് പക്ഷേ കുറച്ച് കാലം ഉപയോഗിച്ചതിന് ശേഷം സ്പാർക്കിലോട്ട് മാറി. പിന്നെ ഇടയ്ക്ക് പല വണ്ടികളിലും ഉപയോഗിക്കുകയും ചില ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകളും ഒക്കെ നമ്മൾ വരുന്നതിനനുസരിച്ച് ചിലപ്പം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സത്യത്തിൽ ഉപയോഗിക്കുന്ന ഈ വണ്ടിയാണ്, എത്തിയോസ് ലിവയാണ്. ഇപ്പോൾ മനസ്സിലുള്ള എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി ഞാൻ ഈ അടുത്ത കാലത്ത് ഓടിച്ചത് കയാനാണ്. ഇപ്പോൾ അത് ഓടിച്ചതിന് ശേഷം സത്യത്തിൽ ഇപ്പം മനസ്സിലുള്ളത് നമ്മുടെ ഓരോ സമയത്തും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ഡ്രീംസും ഒക്കെ മാറുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളെ അതേസമയം ഈ കാറിൻ്റെയൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ഇത് മാറാറുണ്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്ന പോർഷെ കയാനാണ് ഇപ്പോഴത്തെ ഈ സമയത്തുള്ളൊരു ആഗ്രഹം. പിന്നെ ബൈക്കിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും പോലെ ഹാർലി ഡേവിഡ്സൺ, പിന്നെ ബുള്ളറ്റിനോട് എന്തോ എല്ലാവരും ബുള്ളറ്റിനോടൊരു താല്പര്യം പറയുമ്പോൾ എന്തോ എനിക്ക് മാത്രം ഒരു ബുള്ളറ്റ് ഇതുവരെ ഒരു മനസ്സിൽ കയറിയിട്ടില്ല. അത് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പറയാറുണ്ട് ബുള്ളറ്റ് മേടിക്കണം. ഇപ്പോൾ അത് മാറി പലരും. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് എൻ്റെ മനസ്സിൽ ബുള്ളറ്റ് ഒരു വലിയ സ്വപ്ന വണ്ടിയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാഹനമായിട്ട് എനിക്ക് ഇതുവരെ മനസ്സിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്.